ഹായ്, മാന്യ പ്രേക്ഷകർക്ക് വാക്ക് വിത്ത് ആമിനത്ത പ്രോഗ്രാമിലേക്ക് ആർദ്രമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലെ മനോഹരമായ ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ലേ, വളരെ പ്രൗഢഗംഭീരമായ ബിൽഡിങ്ങുകളാണ്. ഈ ഫോർട്ട് കൊച്ചി ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാരാണ് കണ്ടുപിടിച്ചത്. പോർച്ചുഗീസുകാർ നമുക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരാണ് നമ്മളെ പുക വലിക്കാനായിട്ട് പഠിപ്പിച്ചത്. അതുകൂടാതെ മരച്ചീനി ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണെന്നാണ് പറയപ്പെടുന്നത്. ഇതേപറ്റി ഒരു കഥയുണ്ട്. ഒരു നാട്ടുകാരൻ മരച്ചീനി നട്ടുവച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം അയാൾ അതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ അതിന്റെ അടിയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫോറിനർ വന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തപ്പി നോക്കുകയാണെന്ന് പറഞ്ഞു. ഫോറിനർ പറഞ്ഞു, ഓ ടപ്പിയോക്ക. അങ്ങനെയാണ് മരച്ചീനിക്ക് ടപ്പിയോക്ക എന്ന് പേര് വന്നത് അത്രേ. ഏതായാലും നമുക്ക് ഈ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് കാഴ്ചകൾ ഇനി കാണാനുണ്ട്. അപ്പൊ നമുക്ക് വാക്ക് വിത്ത്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന വഴികളാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാര്, വാസ്കോ ഡി ഗാമ ഇവരെല്ലാവരും നടന്നിട്ടുള്ള വഴികളിലൂടെ ഇപ്പം നമ്മൾ നടക്കുന്നത്. പിന്നെ കുഞ്ഞാലി മരക്കാര്, ചൊളിയോദനൻ എല്ലാവരും നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടക്കുന്നു. അപ്പോൾ നമ്മൾ നടക്കുന്ന ബർഗർ സ്ട്രീറ്റ് എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര്. ഞാനത് വായിച്ചത് ബർഗർ സ്ട്രീറ്റ് എന്നായിപ്പോയി. ഇവിടെ ഒരുപാട് കുടകളും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഈ കുടകളിലെല്ലാം ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്ക് വഴി ചോദിക്കാം. വെള്ളം നമുക്ക് 2 ബോട്ടിലോടും വേണ്ടി വരും അല്ലേ? വെള്ളം ഉണ്ടല്ലോ അല്ലേ? ലോഡ് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെക്കണം അതെല്ലാം. അത് നോക്കിയിട്ട് എടുത്ത് വെച്ചാലേ ശരിയാവും. നമ്മളിപ്പോ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിൽ ചീനവലയുടെ മുകളിലാണ്. ചീനവലയുടെ മുകളിൽ ഒരുപാട് ചേട്ടന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നല്ല കളർ ബനിയനൊക്കെ ഇട്ട ചേട്ടനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നല്ല ഉജാറ് ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താണ്? ഔസഫ്. അപ്പൊ ചേട്ടന് ഇവിടെ എത്ര നാളായി ഇതിന്റെ മുകളിൽ കയറിയിട്ട്? ഞാൻ ഇവിടെ തന്നെയാണല്ലോ. ഇവിടെ തന്നെയാണ് കിടപ്പല്ലേ? എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ ഫുഡ് വെക്കാൻ പോകുന്നു. ഇവിടെയുണ്ട് ഫുഡ്. എന്താണ് കറി? എന്താണ്? വളരെ ഇഷ്ടപ്പെട്ടതാണ് ദാല്. ഇതെല്ലാം നമ്മൾ അരിഞ്ഞിനകത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ടി വി കാണാറുണ്ട്. എപ്പോഴും ഫുഡ് വെച്ചിട്ട് ഫുഡുണ്ട്. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഈ ചീനവലയുടെ മുകളിലാണ്. ചീനക്കാർ നമുക്ക് കൊണ്ടുവന്ന 1-2 സാധനങ്ങളിൽ പെട്ടാണ് ചീനഭരണി, ചീനവല, അതുപോലെ ചീനച്ചട്ടി. അപ്പൊ ചീനവല എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ എലിസബത്തിന്റെ നമുക്ക് അറേബ്യൻ സീയുടെ ക്യൂനാണല്ലോ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അറബിക്കടലിന്റെ റാണി. നമുക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? അറിയാം. എപ്പോഴും നടന്ന രാവിലെ പോലെ ഇറങ്ങലാണ്. അതെ, ഓരോ സ്ഥലങ്ങളിൽ. ഇവിടെ നിങ്ങൾക്ക് എത്ര മത്സ്യം കിട്ടും? മത്സ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ടൺ. 2 ടൺ മത്സ്യമൊക്കെ ഇവർക്ക് കിട്ടുന്നത്. ഇവർക്ക് കിട്ടുന്നത് ഞങ്ങൾക്കല്ല, പിന്നെ അവിടെ അപ്പുറത്ത് ബോട്ടുകാർക്ക് കിട്ടും, പിന്നെ കപ്പലിലും കിട്ടും. 2 ടൺ. നിങ്ങൾക്ക് എത്ര കിട്ടും? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചില സമയത്തൊന്നും കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ 2 ചാള അപ്പുറത്ത് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും. അതെ, കറിക്ക് വേറെ പുറത്തുനിന്ന് മേടിക്കണം. ഇത് വലിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ ശരി, വാ ചേട്ടാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. വാ ചേട്ടാ, കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. ഇതിന് ഒരുപാട് പാർട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് കാണാൻ 4 കാല്. എന്താണ് ഈ 4 കാല് എന്ന് പറയുന്നത്? ഞങ്ങൾ നമ്മുടെ സാധാരണ മലയാളീസ് ഒക്കെ എവിടെ പോയാലും 4 കാലം മേലെ വീഴുള്ളൂ. അത് കാരണം അത് ഓർമ്മയ്ക്ക് വേണ്ടി അതാണ് 4 കാല് അല്ലേ? ഇതെങ്ങനെയാ പൊങ്ങുന്നത്? ഇത് പൊങ്ങുന്നത് വലിക്കുമ്പോ പൊങ്ങുന്നത്. സാധാരണ നമ്മൾ വലിക്കുമ്പോൾ വീഴല്ലേ ചെയ്യുന്നത്, പക്ഷെ ഇത് വലിക്കുമ്പോൾ പൊങ്ങുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചൈനക്കാരെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് സമ്മതിക്കണം. എങ്ങനെയാ പൊക്കുന്നത്? കാണിച്ചു തരാം. ഓക്കെ, പക്ഷെ ഞാൻ പൊക്കിക്കോളാം.